ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേരള PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്? ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ഓസ്മിയം. ഓസ്മിയത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചസാരയുടെ ഘടകമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചസാരയുടെ ഘടകമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, നൈട്രജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയെല്ലാം പഞ്ചസാരയുടെ ഘടകങ്ങളാണ്. പഞ്ചസാരയുടെ ഘടകമല്ലാത്തത് നൈട്രജൻ മാത്രമാണ്. അടുത്തത്, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത്? ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. ആൻസർ ഓപ്ഷൻ ബി, ലിഥിയം. ലിഥിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. അടുത്തത്, ഹൈഡ്രജന് ആ പേര് നൽകിയത് ആര്? ഹൈഡ്രജന് ആ പേര് നൽകിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ സി, ലാവോസിയ. ലാവോസിയയാണ് ഹൈഡ്രജന് ആ പേര് നൽകിയത്. അടുത്തത്, ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം ഏത്? ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം. ആൻസർ ഓപ്ഷൻ എ, ഹീലിയം. ഹീലിയമാണ് ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള മൂലകം. അടുത്തത്, മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏത്? മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം. ആൻസർ ഓപ്ഷൻ ബി, ഗാലിയം. ഗാലിയമാണ് ഒരു മുറിയുടെ താപനിലയിൽ, സാധാരണ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം. അടുത്തത്, ഏതിൻ്റെ അയിരാണ് പെറ്റ്ലാൻഡൈറ്റ് എന്നറിയപ്പെടുന്നത്? ഏതിൻ്റെ അയിരാണ് പെറ്റ്ലാൻഡൈറ്റ്? ആൻസർ ഓപ്ഷൻ സി, നിക്കൽ. നിക്കലിൻ്റെ അയിരാണ് പെറ്റ്ലാൻഡൈറ്റ്. അടുത്തത്, ഏത് താപനിലയിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്? ഏത് താപനിലയിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത? ആൻസർ ഓപ്ഷൻ ബി, 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ താപനിലയുള്ളത് അല്ലെങ്കിൽ സാന്ദ്രതയുള്ളത്. അടുത്തത്, ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ആൻസർ ഓപ്ഷൻ സി, ഹീലിയം. ഹീലിയമാണ് ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം. അടുത്തത്, ഹൈഡ്രോജനേഷനിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്ത്? ഹൈഡ്രോജനേഷനിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, നിക്കൽ. നിക്കലാണ് ഹൈഡ്രോജനേഷനിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. അടുത്തത്, ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏത്? ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം. ആൻസർ ഓപ്ഷൻ എ, റഡോൺ. റഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം. അടുത്തത്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. ആൻസർ ഓപ്ഷൻ എ, ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. അടുത്തത്, വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും മികച്ച ചാലകം ഏത്? വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും മികച്ച ചാലകം. ആൻസർ ഓപ്ഷൻ സി, വെള്ളി. വെള്ളിയാണ് വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും മികച്ച ചാലകമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ബേരിയം ചേർത്താൽ ജ്വാലയ്ക്ക് ഏത് നിറമാണ് ലഭിക്കുന്നത്? ബേരിയം ചേർത്താൽ ജ്വാലയ്ക്ക് അല്ലെങ്കിൽ കത്തുന്ന തീയ്ക്ക് ഏത് നിറമാണ് ലഭിക്കുന്നത്? പച്ച നിറം. ബേരിയം ചേർത്താൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പച്ച നിറമാണ് ബേരിയം ചേർത്ത് ജ്വാലയ്ക്ക് ലഭിക്കുന്നത്. അടുത്തത്, ലിറ്റിൽ സിൽവർ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലിറ്റിൽ സിൽവർ എന്ന് വിളിക്കുന്നത് ഏതിനെ? ആൻസർ ഓപ്ഷൻ ഡി, പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥയിലും പ്രകൃതിയിൽ കാണപ്പെടുന്ന പദാർത്ഥം ഏത്? ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥയിലും പ്രകൃതിയിൽ കാണപ്പെടുന്ന പദാർത്ഥം. ആൻസർ ഓപ്ഷൻ എ, ജലം. ജലമാണ് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥയിലും പ്രകൃതിയിൽ കാണപ്പെടുന്ന പദാർത്ഥം. അടുത്തത്, കാർബണിൻ്റെ ആറ്റോമിക നമ്പർ എത്ര? കാർബണിൻ്റെ ആറ്റോമിക നമ്പർ. ആൻസർ ഓപ്ഷൻ ബി, 6. 6 കാർബണിൻ്റെ ആറ്റോമിക നമ്പർ വരുന്നത്. അടുത്തത്, ഇരുചക്ര വാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഏത്? ഇരുചക്ര വാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷവാതകം. ആൻസർ ഓപ്ഷൻ സി, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡാണ് ഇരുചക്ര വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷവാതകം. അടുത്തത്, പ്രകൃതിയിലെ ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? പ്രകൃതിയിലെ ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ആൻസർ ഓപ്ഷൻ ഡി, മഴവെള്ളം. മഴവെള്ളമാണ് പ്രകൃതിയിലെ ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം. അടുത്തത്, രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഏത്? രാസസൂര്യൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ, മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം ഏത്? ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം.
ആൻസർ ഓപ്ഷൻ ബി ഹീലിയം. ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം വാതകം. അടുത്തത് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം ഏത്? ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം. ആൻസർ ഓപ്ഷൻ സി ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം. അടുത്തത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മെറ്റലോയിഡ് അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മെറ്റലോയിഡ് അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി പല്ലേഡിയം. പല്ലേഡിയമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മെറ്റലോയിഡ് അല്ലാത്തത്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ആൻസർ ഓപ്ഷൻ സി കാൽഷ്യം. കാൽഷ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അടുത്തത് ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി എമറാൾഡ്. എമറാൾഡ് എന്ന പേരിലാണ് ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് അറിയപ്പെടുന്നത്. അടുത്തത് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമല്ലാത്തത് ഏത്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി ചെമ്പ്. ചെമ്പാണ് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമല്ലാത്തത്. അടുത്തത് ആദ്യത്തെ ട്രാൻസ് യുറാനിക് മൂലകം ഏത്? ആദ്യത്തെ ട്രാൻസ് യുറാനിക് മൂലകം. ആൻസർ ഓപ്ഷൻ ബി നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയമാണ് ആദ്യത്തെ ട്രാൻസ് യുറാനിക് മൂലകം. അടുത്തത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ആൻസർ ഓപ്ഷൻ എ കാർബൺ 14. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹം. ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹം എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ്. അടുത്തത് ക്ലോറോഫില്ലിൻ്റെ ഒരു പ്രധാന ഘടകം ഏത്? ക്ലോറോഫില്ലിൻ്റെ ഒരു പ്രധാന ഘടകം. ആൻസർ ഓപ്ഷൻ ഡി മെഗ്നീഷ്യം. മെഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൻ്റെ ഒരു പ്രധാന ഘടകം. അടുത്തത് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ആൻസർ ഓപ്ഷൻ സി ചെമ്പ്. ചെമ്പാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. അടുത്തത് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങളുടെ ശരിയായ ക്രമം ഏത്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങളുടെ ശരിയായ ക്രമം. ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഹീലിയം ഓക്സിജൻ. ഹൈഡ്രജൻ ഹീലിയം ഓക്സിജൻ എന്നാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങളുടെ ശരിയായ ക്രമം വരുന്നത്. അടുത്തത് പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പിണ്ഡം അല്ലെങ്കിൽ വെയിറ്റ്, മാസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഭൂമിയിൽ? ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പ്. ഇരുമ്പാണ് പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പിണ്ഡം അല്ലെങ്കിൽ മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അടുത്തത് റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏത്? റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഉത്കൃഷ്ട വാതകം. ആൻസർ ഓപ്ഷൻ ഡി റാഡോൺ. റാഡോൺ അല്ലെങ്കിൽ റെഡോൺ ആണ് റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഉത്കൃഷ്ട വാതകം. അടുത്തത് അന്തരീക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത്? അന്തരീക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? ആൻസർ ഓപ്ഷൻ ഡി 20.95%. അന്തരീക്ഷത്തിൻ്റെ 20.95% ഓക്സിജൻ്റെ അളവ് വരുന്നത്. അടുത്തത് ഏത് ലോഹം മറ്റു ലോഹങ്ങളുടെ മേൽ പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ? ഏത് ലോഹം മറ്റു ലോഹങ്ങളുടെ മേൽ പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ സിങ്ക്. സിങ്ക് മറ്റു ലോഹങ്ങളുടെ മേൽ പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മീനാമാത രോഗത്തിന് കാരണമായ ലോഹം ഏത്? മീനാമാത രോഗത്തിന് കാരണമായ ലോഹം. ആൻസർ ഓപ്ഷൻ സി മെർക്കുറി. മെർക്കുറിയാണ് മീനാമാത രോഗത്തിന് കാരണം. അടുത്തത് മോണോസൈറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത്? മോണോസൈറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി തോറിയം. തോറിയമാണ് മോണോസൈറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. അടുത്തത് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആഴ്സനിക്. ആഴ്സനിക്കാണ് വിഷങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം ഏത്? ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം. ആൻസർ ഓപ്ഷൻ ബി സ്ട്രോൺഷ്യം. സ്ട്രോൺഷ്യമാണ് ചുവന്ന ജ്വാല ലഭിക്കുന്നതിന് കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകം. അടുത്തത് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്?
കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ആൻസർ ഓപ്ഷൻ സി സിൽവർ അയോഡൈഡ്. സിൽവർ അയോഡൈഡാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അടുത്തത് ഏറ്റവും അപൂർവ ലോഹം എന്നറിയപ്പെടുന്ന ഏത്? ഏറ്റവും അപൂർവ ലോഹം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ ആണ് ഏറ്റവും അപൂർവ ലോഹം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഏതിൻ്റെ അയിരാണ് സിന്നബാർ? ഏതിൻ്റെ അയിരാണ് സിന്നബാർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ എന്നറിയപ്പെടുന്നത്. അടുത്തത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്? എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ 22. 22 ക്യാരറ്റ് സ്വർണ്ണമാണ് 916 ഗോൾഡ് 916 ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ആറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മൂലകം ഏത്? ആറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മൂലകം? ആൻസർ ഓപ്ഷൻ ബി സീസിയം. ആറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സീസിയം. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അർദ്ധചാലകം ഏത്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അർദ്ധചാലകം? ആൻസർ ഓപ്ഷൻ ഡി ജെർമേനിയം. ജെർമേനിയമാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അർദ്ധചാലകമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഭാവിയുടെ ലോഹം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് ഭാവിയുടെ ലോഹമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്ന ലോഹം ഏത്? ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്ന ലോഹം? ആൻസർ ഓപ്ഷൻ ബി സ്വർണം. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടുവാനും കഴിയുന്ന ലോഹമാണ് സ്വർണം. അടുത്തത് യുറേനിയത്തിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അന്തിമ മൂലകം ഏത്? യുറേനിയത്തിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അന്തിമ മൂലകം? ആൻസർ ഓപ്ഷൻ എ ഈയം. ഈയമാണ് യുറേനിയത്തിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അന്തിമ മൂലകമെന്ന് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് PSCയിൽ മുൻവർഷങ്ങളെ ചോദിച്ചിട്ടുള്ളതും ഈ വർഷങ്ങളെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. 50 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.